എല്ലാവർക്കും SB അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി പഴംപൊരിയാണ്. അതെങ്ങനെയെന്ന് നോക്കിയാലോ. നമുക്കൊരു 1.5 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങ ചിരകിയതാണ്. പഴമൊക്കെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/4 ബൗള് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ പഴമൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അരിപ്പൊടിയാണ്, അതുകൂടി ഒന്ന് തൂക്കി കൊടുക്കുക. നമ്മുടെ അരിപ്പൊടിയും പഴമൊക്കെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് വേണം പ്ലേറ്റിൽ വെച്ച് പരത്തിയെടുക്കാം. സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ എണ്ണയൊക്കെ പുരട്ടി വെച്ചതാണ്. ഇതിലേക്ക് ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ചിട്ട് നല്ലൊന്ന് പരത്തി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് വരെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇനി ഇത് നമുക്ക് ഓരോ പീസുകളായി മുറിച്ചെടുക്കാം. പഴം ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കോൺഫ്ലക്സ് ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചെടുക്കുക. മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 1/4 കപ്പ് മൈദപ്പൊടി കലക്കിയെടുത്തതാണ്. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതേ ലൂസിലാണ് കലക്കി വെക്കേണ്ടത്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പഴം എടുത്ത് മൈദമാവിലൊന്ന് മുക്കിയെടുക്കാം. കോൺഫ്ലവറിലിട്ട് നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കണം. ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കെടുത്ത് മാറ്റാം. നല്ല ക്രഞ്ച് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.